الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والفجر وليال عشر ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തിന്റെ ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ സമയ സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഹജ്ജിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പരിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുകയും അവിടെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പോയ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ പുണ്യകരമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചെത്തുവാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹജ്ജ് നമുക്ക് നൽകുന്ന, വിശ്വാസികൾക്കാണെങ്കിലും ഇസ്ലാമിക സമൂഹത്തിന് പുറത്തു നിൽക്കുന്നവർക്കാണെങ്കിലും ഹജ്ജ് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയുമായി ബന്ധപ്പെട്ട, ഒരു മതമെന്നുള്ള നിലക്ക് ദീനിന്റെ ആധാരങ്ങളുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ്. ഹജ്ജ് കർമ്മം ഒരു കർമ്മത്തിനു വേണ്ടി ഒത്തുകൂടുന്നു എന്നതിനുപരി ഒരു ആരാധനാ കർമ്മത്തിന് വേണ്ടി വിളിക്കപ്പെടുകയും അവിടെ സന്നിഹിതരാവുകയും ചെയ്യുന്നു എന്നതിലുപരി മനുഷ്യലോകത്തിന് നൽകുന്ന, മനുഷ്യ സമൂഹത്തിന് നൽകുന്ന വലിയ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർക്കിടയിലുള്ള സമത്വം എന്ന് പറയുന്ന ഒരു സന്ദേശം. ആളുകൾ, നമ്മൾ ഈ ജീവിക്കുന്ന കാലത്ത്, നമ്മൾ ഇന്ന് വർത്തമാന ലോകത്ത് ഒരുപാട് അറിവുകളും വിജ്ഞാനങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഒക്കെ വർദ്ധിക്കുകയും മനുഷ്യന്റെ അറിവും ബോധവും ഒക്കെ ഒരുപാട് വളരുകയും ചെയ്തൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും മനുഷ്യൻ എന്നുള്ള നിലക്ക് സ്വതന്ത്രരാണ്. ഓരോ മനുഷ്യനും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള അവകാശങ്ങളുണ്ട്. എത്ര ചെറിയ ആളെയും അയാളുടെ അവകാശങ്ങളെയും നിഷേധിക്കപ്പെട്ടുകൂടാ. മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒരുപോലെ പരിഗണിക്കപ്പെടണം. ഇതൊക്കെ നമ്മൾ പറയും, നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ പറയും. ലോകവ്യാപകമായി ഇതൊക്കെ വലിയ തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ചർച്ച ചെയ്യും. പക്ഷേ അതൊരു പ്രായോഗിക രൂപത്തിലേക്ക് വരുമ്പോൾ നടപ്പിലാക്കാൻ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോവുകയാണ്. ചില ആളുകളെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായി കണക്കാക്കുക.
താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവർ നീച ജന്മങ്ങളാണ്, അവരങ്ങനെ ജനിക്കാൻ പടച്ചവനാൽ വിധിക്കപ്പെട്ടവരാണ്. അതാണ് വിശ്വാസം. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ എന്തുകൊണ്ടാണ് അങ്ങനെ താഴ്ന്ന ജാതിയാകുന്നത്? അവർ താഴ്ന്ന ജാതിയിൽ ജനിക്കാൻ പടച്ചവനാൽ വിധിക്കപ്പെട്ടവരാണ്. അതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ താഴ്ന്ന ജാതിയിൽ ജനിക്കുക മാത്രമല്ല, ഉയർന്ന ജാതിക്കാരെ ആദരിച്ചും ബഹുമാനിച്ചും അവർക്ക് വലിയ അധികാരങ്ങളും പദവികളൊക്കെ നൽകിയും കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്. ഉന്നത ജാതിക്കാരന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ് താഴ്ന്ന ജാതിക്കാർ എന്ന ബോധം വളരെ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു ലോകമാണ് വർത്തമാന ലോകം. എല്ലാ വിദ്യാഭ്യാസവും വിജ്ഞാനവും വിവരമൊക്കെ ഉണ്ടെങ്കിലും ജാതി തിരിച്ച് മനുഷ്യരെ കാണുകയും അടിച്ചമർത്തുകയും നീതി നിഷേധിക്കപ്പെടുകയും അവകാശങ്ങൾ തടയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ലോകത്ത്, വർത്തമാന ലോകത്ത് ഇപ്പോഴും നമ്മൾ കാണുകയാണ്. പല സ്ഥാനങ്ങളിലേക്കും ആളുകൾ പരിഗണിക്കപ്പെടുമ്പോൾ അവർ താഴ്ന്ന ജാതിയാണെങ്കിൽ പരിഗണിക്കപ്പെടുകയില്ല. അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ ആ അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും അവർക്ക് നൽകുകയില്ല. ഇത് മനുഷ്യരുടെ വിശ്വാസമാണ്. ഒരു പൊളിറ്റിക്കൽ നിലപാട്, ഒരു രാഷ്ട്രീയ നിലപാടല്ലത്, ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലത്. അത് മനുഷ്യരുടെ മതവിശ്വാസത്തിൽ ഉൾച്ചേർന്ന ബോധങ്ങളാണ്. മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഒരാൾ താഴ്ന്ന ആളും ഒരാള് മേന്മയുള്ള ആളുമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പ്രസംഗിച്ചാലും ലോകത്ത് എന്തെല്ലാം ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് വലിയ വലിയ ഗീർവാണങ്ങൾ നടന്നാലും ആളുകളുടെ മനസ്സിനകത്ത് താഴ്ന്നവനും ഉയർന്നവനും എന്നുള്ള ഈ വ്യത്യാസം കാലാകാലങ്ങളിൽ അതുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് റസൂലിനോട് ഒരു പരാതി പറയാണ്. റസൂലിന് മുമ്പിൽ റസൂലിനോട് വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ അബൂദർ ഗിഫാരി കറുത്തവളുടെ മകനെ എന്നെ വിളിച്ചു. അതെന്നെ വേദനിപ്പിച്ചു. അബൂദർ ഗിഫാരി എന്നെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു. അടിമയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉമ്മയൊക്കെ അടിമകളാണ്, താഴ്ന്നവരാണ്. പക്ഷെ മുസ്ലിം ആയപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിക്കുന്ന വലിയൊരു പദവിയുണ്ട് റസൂലിന്റെ അടുത്ത് വലിയൊരു സ്ഥാനമുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. വിശ്വാസികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമുണ്ട്. അതൊക്കെ അനുഭവിച്ച സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോഴാണ് പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിളി അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തോ പരസ്പരം സംസാരിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യപ്പെട്ട കൂട്ടത്തിൽ കറുത്തവളുടെ മകനെ എന്ന് വിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റസൂൽ ചോദിക്കുകയാണ് അബൂദർ ഗിഫാരിയോട്, താങ്കളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ ജാഹിലിയത്ത് പോയിട്ടില്ലേ എന്ന് പറയുന്നു. ഇസ്ലാം വന്നപ്പോ ജാഹിലിയത്ത് പോയി. നിങ്ങളുടെ വിശ്വാസത്തിലും നിങ്ങളുടെ സംസ്കാരത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ആദർശത്തിലും നിങ്ങളുടെ പ്രകൃതത്തിലും ഒക്കെ ഇസ്ലാം വന്നു. ജാഹിലിയത്തൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ മുസ്ലിം ആകുന്നത്, ഇസ്ലാമിലേക്ക് വരുന്നത്. എന്നിട്ടും കൂടെയുള്ള ഒരാളെ കറുത്തവളുടെ മകനെ എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നുവെങ്കിൽ അബൂദർ, താങ്കളുടെ മനസ്സിനകത്തുനിന്ന് ആ പഴയ ജാഹിലിയത്ത് ഇപ്പോഴും വിട്ടുപോയിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു പദമുണ്ട്, എന്റെ കവളത്ത്, എന്റെ മുഖത്ത് ആ കാലുകൊണ്ടൊന്ന് ചവിട്ടുമോ എന്ന് ചോദിക്കണ്ട അബൂദർ ഗിഫാരി. അദ്ദേഹത്തിന്റെ തെറ്റ് ബോധ്യപ്പെട്ട് അദ്ദേഹം തിരുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇന്ന അബാകും വാഹിദ് വറബ്ബുക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ്. ഇന്നലെ വരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാള് ഇസ്ലാം സ്വീകരിക്കുമ്പോ നമ്മളുടെ കൂടെ ഈ ഒന്നാമത്തെ സൊഫിൽ വന്നിരിക്കും. അയാൾക്കൊരു വ്യത്യാസമില്ല. ഏത് ജാതിയിൽപ്പെട്ട ഒരാളും ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുമ്പോ അയാൾ കഅബാലയത്തിൽ പോയാൽ ഏതൊരു മനുഷ്യന്റെയും കൂടെ നിന്നും ഇരുന്നും അയാൾ ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കും. ഇന്നലെ വരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് തടയപ്പെട്ട് നിർത്തപ്പെട്ട ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ, മുസ്ലിം ആകുന്നതോടുകൂടെ നമ്മുടെ മനസ്സിനകത്ത് അയാളെക്കുറിച്ചുള്ള ഒരു ചിത്രം
ചരിത്രങ്ങൾക്ക് മാറ്റം വരും. ഒരു വിശ്വാസിയാണ്, ഒരു മുസ്ലിമാണ്, മുസ്ലിങ്ങൾക്കിടയിൽ മേൽജാതിയോ താഴ്ന്ന ജാതിയോ ഇല്ല എന്നുള്ള ബോധമാണ് നമ്മളെ ഭരിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ മതപരമായ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഗുണവും മേന്മയും ശ്രേഷ്ഠതയുമാണത്. അത് ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് ലോകത്തിന്റെ മുമ്പിൽ ഹജ്ജിന് നൽകാനുള്ളത്. ആരൊക്കെയാണ് ഹജ്ജിന് വരിക? എവിടെ നിന്നൊക്കെയാണ് ഹജ്ജിന് വരിക? അവരുടെ ജാതി ഏതാണ്? അവരുടെ തറവാട് ഏതാണ്? അവരുടെ ഗോത്രം ഏതാണ്? അവരുടെ പാരമ്പര്യം എന്താണ്? അവരുടെ പൈതൃകം എന്താണ്? ഏതാണ് അവരുടെ മാതാപിതാക്കൾ? അതിന്റെ വേരെന്താണ്? ഇതൊന്നും അറിയാതെ, പറയാതെ, ഇതൊന്നും ചോദിക്കാതെ, ഇതൊന്നും അന്വേഷിക്കാതെ ആളുകൾ ഒരേ വസ്ത്രത്തിൽ ഇങ്ങനെ അണിചേർന്ന് കഅബാലയത്തിന്റെ ചുറ്റും നിൽക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച ഹജ്ജ് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. മനുഷ്യർ ഒരൊറ്റ ലക്ഷ്യത്തോടെ ഒരേ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരേ മനസ്സോടെ ഒരുമയോടുകൂടെ പരസ്പരം മുട്ടിയുരുമ്മി നിന്ന് ഒരു ആരാധനാകർമ്മം നിർവഹിച്ചുകൊണ്ട് മനുഷ്യരൊക്കെ സമന്മാരാണ്. മനുഷ്യനാണോ അവൻ മറ്റൊരു മനുഷ്യനോട് ഒരു രീതിയിലും അയാളെ അവഗണിക്കേണ്ടതില്ല. തുല്യത കൽപ്പിക്കപ്പെടേണ്ടുന്ന ഒരാളാണ് ഏതൊരു മനുഷ്യനും എന്ന മെസ്സേജാണ്, എന്ന സന്ദേശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹജ്ജിലൂടെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇന്നും ലോകത്ത് കറുത്തവർ ഒരു താഴ്ന്നവടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അടുത്ത കാലത്താണ് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊരു വാക്ക് ലോകപ്രസിദ്ധമായി മാറിയത്. ഒരു വെള്ളക്കാരനായ പോലീസുകാരന്റെ മുട്ടുകാലിനടിയിൽ കിടന്നിട്ട് കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ മുട്ടുകാലുകൊണ്ട് കഴുത്തിലിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് അയാളെ കൊലപ്പെടുത്തുമ്പോ അയാൾ അവസാനമായി പറഞ്ഞ വാക്കാണ് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന്. അവകാശങ്ങൾ എന്ന് പറയുന്നത് വെളുത്തവർക്ക് മാത്രമുള്ളതാണ്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തൊലി വെളുത്തവർക്ക് മാത്രമുള്ളതാണ് എന്നൊക്കെ വിചാരിക്കപ്പെടുന്ന, വിശ്വസിക്കപ്പെടുന്ന ഒരു ലോകത്താണ് ഇന്നും ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്നപ്പോ പള്ളി അടിച്ചുവാരുന്ന സ്ത്രീ, അവരെ കാണാനില്ല. പള്ളി ക്ലീൻ ചെയ്യുന്ന, വൃത്തിയാക്കുന്ന സ്ത്രീ, അവരെ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു, അവരെവിടെ? അവരെ കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അവർ മരണപ്പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെടുന്നു. അതെന്തുകൊണ്ടാണ് എന്നെ അറിയിക്കാതിരുന്നത്? അങ്ങനെ ഒരാളെ എന്തുകൊണ്ടാണ് എന്നെ വിവരം അറിയിക്കാതിരുന്ന? അവരുടെ ജനാസയിൽ പങ്കെടുക്കാൻ, അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതെന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്നെ അത് അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞ കറുത്ത അടിമ വംശത്തിൽപ്പെട്ട, അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട പള്ളി അടിച്ചുവാരിയിരുന്ന ആ സ്ത്രീയുടെ ഖബറിന്റെ അടുത്ത് പോയി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരെയും മെച്ചപ്പെട്ട ആള്, മേന്മയുള്ള ആള്, വലിയ ആള് എന്നൊരാളെ കണക്കാക്കുകയും വേറൊരാളെ എന്തിന്റെങ്കിലും അടിസ്ഥാനത്തിൽ അയാൾക്ക് പണമുണ്ട് എന്നതുകൊണ്ട് ഒരാള് വലിയ ആളാവുകയും, ഒരു ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ് എന്നതുകൊണ്ട് ഒരാൾ മോശപ്പെട്ടവനായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ മാനസികമായി നമുക്കുണ്ടാകരുത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു തരത്തിലുള്ള ഏറ്റവ്യത്യാസങ്ങളും ഏറ്റക്കുറച്ചിലുകളും മനുഷ്യർക്കിടയിൽ നിങ്ങൾ കൽപ്പിക്കുകയേ ചെയ്യരുത്. മക്കളോട് റസൂൽ പറഞ്ഞില്ലേ, നമുക്ക് ചില നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയോട് കൂടുതൽ ഇഷ്ടം തോന്നുകയും വേറൊരു കുട്ടിയോട് അവഗണന തോന്നുകയും ചെയ്യുക. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മക്കളോട് ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ മക്കളല്ലാത്ത ഒരാൾ, അല്ലാഹു റസൂൽ പറയാണ്, ഒരു അനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ സ്വന്തം മകനെ അമിതമായി വാത്സല്യം പ്രകടിപ്പിച്ച്, സ്നേഹം പ്രകടിപ്പിച്ച് പ്രവർത്തിക്കരുത്. ഒരു അനാഥയുടെ, വാപ്പല്ലാത്തൊരു കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടിനെ, സമപ്രായക്കാരനായ നമ്മുടെ കുട്ടിനെ നമ്മളിങ്ങനെ മടിയിലിരുത്തുകയും നമ്മൾ അവനെ വല്ലാതെ പരിഗണിക്കുകയും അവനോട് വാത്സല്യം കാണിക്കുകയും ചെയ്യുന്നത് വാപ്പല്ലാത്ത കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കും എന്ന് പറഞ്ഞു തരികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് ഏറ്റവും വലിയ വേദന എന്താ അറിയോ? ഞാൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നലാണ്. എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. എന്താ വീട്ടിലൊക്കെ പ്രശ്നം? എന്താ? പ്രായമാകുമ്പോ
വല്യപ്പയാകുമ്പോ വല്യമ്മയാകുമ്പോ അവർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. അതെന്താണ്? എനിക്ക് ഈ വീട്ടിലെ സ്ഥാനം നഷ്ടപ്പെടുന്നു, എനിക്ക് ഈ വീട്ടിൽ കിട്ടേണ്ടുന്ന അംഗീകാരം കിട്ടുന്നില്ല. പ്രായമായവരിൽ മഹാഭൂരിപക്ഷ ആൾക്കാരും ഈ പരാതിയുള്ളവരാണ്. നിർണായകമായ ഒരു തീരുമാനം, വീടുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം നമ്മൾ എടുക്കുന്ന സമയത്ത് വല്യപ്പാന്റെ അഭിപ്രായത്തിന് ആ തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള പങ്കുണ്ടാവില്ല. വല്യപ്പാനോട് കൂടി ആലോചിച്ചു എന്നതുകൊണ്ട് ഒരു ഉപകാരം അതിന് കിട്ടാനുമില്ല. പക്ഷേ വല്യപ്പ എന്ന് പറയുന്ന ആ സ്ഥാനത്തിന് നമ്മൾ നൽകേണ്ടുന്ന ഒരു അംഗീകാരമുണ്ട്, ഒരു സ്ഥാനം, ഒരു പദവിയുണ്ട്. അതുകൊണ്ട് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും. ഇപ്പൊ നമ്മള് എന്താണ് കല്യാണം എന്നാണ് എന്ന് ചോദിക്കുമ്പോ ആർക്കറിയാം? ഇവിടെ ഇങ്ങനെ 15-ാം തീയതിയാണെന്ന് പറയുന്നുണ്ട്, 25-ാം തീയതി പറയുന്നത്, ഓഡിറ്റോറിയം കിട്ടിയെന്ന് പറയുന്നുണ്ട്, കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ആർക്കറിയാം? ആ കൈമലർത്തൽ അതൊരു വേദനയാണ്, അതൊരു സങ്കടം പറച്ചിലാണ്. ഓഡിറ്റോറിയം തീരുമാനിക്കുന്നതിലും ഡേറ്റ് തീരുമാനിക്കുന്നതിലും വല്യപ്പാന്റെ അഭിപ്രായത്തിന് പ്രത്യേകിച്ചൊരു പങ്കുമില്ല. പക്ഷേ വല്യപ്പാന്റെ ഒരു ആഗ്രഹമുണ്ട്, എന്നോട് ഇതൊക്കെ ഒന്ന് ചോദിക്കണം, ഞാനും ഇത് അറിയണം എന്ന് വിചാരിക്കുന്ന അത് ഏതൊരു മനുഷ്യന്റെയും, ചെറിയ കുട്ടികൾക്ക്. നമുക്ക് എന്തുകൊണ്ടാണ്, നമുക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, ഭാര്യ വീണ്ടും പ്രസവിച്ച് ചെറിയൊരു കുട്ടി ഉണ്ടായി. ഈ മൂത്ത കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ചെറിയ കുട്ടിയോട് അല്ലെങ്കിൽ നമ്മളോട്, നമ്മളാ കുട്ടി സ്വന്തം ചോരയാണ്, അതിലൊന്നും ആ മൂത്ത കുട്ടിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് കിട്ടേണ്ടുന്ന പരിഗണന കിട്ടാതെ പോകുന്നു എന്ന വേറൊരാൾ കൂടെ വന്നപ്പോ കിട്ടാതെ പോകുന്നു എന്ന വേദനയാണ് മൂത്ത കുട്ടി പ്രകടിപ്പിക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ അതുണ്ടാവും. ഒരു കുട്ടി വരുമ്പോ, 4-5 പേരക്കുട്ടികളുടെ വീട്ടിൽ ഒരു കുട്ടിയും കൂടെ വരുമ്പോ, ഒരു വീട്ടിൽ ഒരു കുട്ടിയുള്ളിടത്ത് അടുത്തൊരു കുട്ടി ജനിക്കുമ്പോ ചെറിയ കുട്ടിക്കുണ്ടാകുന്നു, സ്ത്രീകൾക്കുണ്ടാകുന്നു, വല്യമ്മാക്കുണ്ടാകുന്നു, വല്യപ്പാക്കുണ്ടാകുന്നു. അതിന്റെ അർത്ഥം എന്താ? അത് മനുഷ്യനുണ്ടാവുന്നതാണ്. അത് ആരുടെയും കേടും കുഴപ്പമൊന്നുമല്ല. മനുഷ്യൻ അങ്ങനെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പരിഗണിക്കപ്പെടണം എന്നാണ്. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പരിഗണിക്കപ്പെടേണ്ടിടത്ത് നിങ്ങൾ പരിഗണിക്കപ്പെടണം എന്നാണ്. ഞാൻ ആരെയാണ് പരിഗണിക്കേണ്ടത് അതെനിക്ക് നന്നായിട്ട് അറിയണം. ഞാൻ ആരെയാണ് പരിഗണിക്കേണ്ടത്? ഞാനൊരു തീരുമാനം എടുക്കുമ്പോ അതെന്റെ കുടുംബത്തിൽ ആരോടെല്ലാം ഞാൻ ചോദിക്കണം, ഞാൻ പറയണം. കല്യാണത്തിന് ഞാൻ കൂടുന്നില്ല, എളാപ്പ് പറയാണ് കല്യാണത്തിന് ഞാൻ കൂടുന്നില്ല. എന്താ കാരണം? എല്ലാ തീരുമാനം കഴിഞ്ഞിട്ട് അവസാനം എങ്ങനെ ഉണ്ട് എന്നാണ് എന്നോട് വന്ന് പറഞ്ഞു. ഒക്കെ തീരുമാനിച്ച അതിന്റെ ആ കല്യാണത്തിന് ഞാനെന്ത് പോകാനാണ്? അത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് കൊടുക്കേണ്ടുന്ന അംഗീകാരം കിട്ടാത്തോണ്ടാണ്. നമുക്കൊരു നഷ്ടം അതിൽ പറ്റാനില്ല. പക്ഷേ ആളുകൾ വേദനിക്കും. പരിഗണിക്കേണ്ടുന്ന ആളുകളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ലെങ്കിൽ ഏതൊരു മനുഷ്യനും വേദനിക്കുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടൊരു തുല്യത എന്ന് പറയുന്നത് അങ്ങാടിയിൽ കറുത്തവനും വെളുത്തവനും തമ്മിൽ മാത്രമല്ല. അങ്ങാടിയിൽ നിന്ന് നമ്മൾ പറയാൻ സാമ്പത്തികമായി ഉയർന്നവരും സാമ്പത്തികമായി താഴ്ന്നവരും സമത്വം, അവരോട് 2 രീതിയിൽ നിലപാട് പാടില്ല, ഒരേ നിലപാട് സ്വീകരിക്കണം. എല്ലാ ജാതിയോടും എല്ലാ മതത്തോടും എല്ലാ വിഭാഗത്തോടും എല്ലാ വർഗത്തോടും ഒരേ നിലപാട് സ്വീകരിക്കണം എന്ന് നമ്മൾ പറയുന്നത് പോലെ അതേ ആശയത്തെ നമ്മുടെ പെരയിൽ കൊണ്ടുവരണം. അതേ സന്ദേശത്തെ ഹജ്ജിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ എല്ലാ മക്കളോടും ഒരേ നിലപാടായിരിക്കണം, എല്ലാ മരുമക്കളോടും ഒരേ നിലപാടായിരിക്കണം. ഗൾഫിലുള്ളവന്റെ ഭാര്യയും നാട്ടിൽ കൂലിപ്പണിക്ക് പോണവന്റെ ഭാര്യയും തമ്മിൽ ഒരു വീട്ടിൽ 2 രീതിയിൽ പരിഗണിക്കപ്പെട്ടുകൂടാ, സമായിരിക്കണം, തുല്യമായ. ആ ഒരു സന്ദേശമാണ്, ആ ഒരു മെസ്സേജാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകുന്നത്. 2 പെൺകുട്ടികളെ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ ഒരു പെൺകുട്ടി അതിസമ്പന്നനായ ഒരാളുടെ മകളെയാണ് നമുക്ക് മരുമകളായി കിട്ടിയത്. മറ്റത് ഒരു സാധാരണ വീട്ടിൽ നിന്നുള്ള പെൺകുട്ടിയാണ് നമ്മുടെ വീട്ടിൽ വന്നത്. ആ 2 പെൺകുട്ടികളും നമ്മുടെ വീട്ടിൽ ഒരുപോലെ പരിഗണിക്കപ്പെടുമ്പോഴാണ് ഇസ്ലാമിന്റെ സമത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുക. നമ്മൾ ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥം അപ്പോഴാണ് ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടിമകൾക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നിങ്ങളുടെ അടിമകളും ഭക്ഷണം കഴിക്കണം. ഒരിക്കലും ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടില്ല. ഒരു ഡേറ്റ് വെച്ചിട്ട് നാളെ മുതൽ അടിമകളില്ല, എല്ലാ മനുഷ്യരും തുല്യരാണ്, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്ലാം ചെയ്തത് എന്താണ്? ആളുകളുടെ മനസ്സിൽ നിന്ന് അടിമകളോടുള്ള മനോഭാവം കഴുകി വൃത്തിയാക്കി ആളുകളുടെ മനസ്സിനെ മാറ്റുക എന്ന നാമമാണ്
പരിശുദ്ധ ഇസ്ലാം ചെയ്തത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അടിമ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ജോലിക്കാരനുണ്ടെങ്കിൽ റസൂൽ പറയാണ്, അയാളെ കൊണ്ട് നിർവഹിക്കാൻ കഴിയാത്ത ഭാരിച്ച ഒരു ജോലി നിങ്ങൾ അയാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളും കൂടി ആ ജോലിയിൽ പങ്കാളിയാകണം. ഖനമുള്ള, ഭാരമുള്ള, എടുത്താൽ പൊങ്ങാത്ത ഒരു വലിയ ജോലി നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള ഒരു സ്റ്റാഫിനെ ഏൽപ്പിക്കുമ്പോ നിങ്ങൾക്കറിയാം അയാൾക്ക് എത്ര കഴിവുണ്ട്, അതിന് എത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വരുന്നു. വലിയ ബുദ്ധിമുട്ടുള്ളതാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിക്കാരന്റെ കൂടെ, നിങ്ങൾ നിങ്ങളുടെ അടിമയുടെ കൂടെ അതിൽ പങ്കാളിയാകണം എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമയെ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതേ ടേബിളിൽ നമ്മുടെ വീട്ടിലെ ജോലിക്കാരനെ ഇരുത്തിയാൽ, ഇരിക്കാൻ ഒരു പക്ഷെ അയാൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷെ ഇരുത്താൻ നമുക്ക് സാധ്യമായാൽ അവിടെ അയാൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞു, ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞു. എന്താ പരാതി എന്നറിയാം? ബെഡിന്ന് ഇറങ്ങി ടോയ്ലറ്റിലേക്ക് പോകാൻ ആ വീട്ടിലെ ഗൃഹനാഥക്ക് ചെരുപ്പ് ഞാൻ കൊണ്ടുപോയി കൊടുക്കണം, എന്നെ വിളിക്കും. അതായത് ബെഡിന്ന് ഇറങ്ങി അതേ റൂമിലെ ടോയ്ലറ്റിലേക്ക് പോകണമെങ്കിൽ വീട്ടിലെ വേലക്കാരി വന്നിട്ട് എന്ത് ചെയ്യണം? ചെരുപ്പ് കൊണ്ടുവന്നിട്ട് മുമ്പിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് ആ ചെരുപ്പിട്ടിട്ട് അവരെന്ത് ചെയ്യും? അപ്പുറത്തും ഉണ്ടാവും ഈ പറയുന്ന ചെരുപ്പ്. അതൊന്നെടുത്ത് വേലക്കാരി കൊണ്ടുവന്ന്, എന്നിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ മനുഷ്യന്മാരല്ലേ? ഒരു സാധാരണ സ്ത്രീ ചോദിക്കുകയാണ്, നമ്മൾ മനുഷ്യന്മാരല്ലേ? നിവൃത്തികേട് കൊണ്ടല്ലേ ഇവരുടെയൊക്കെ കീഴിൽ ജോലിക്ക് വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു മനസ്സുണ്ട്. എന്തില്ലെങ്കിലും അവർക്ക് അഭിമാനം ഉണ്ടാവും. എന്തില്ലെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഒരു പരിഗണനയും ആദരവും അംഗീകാരവും നൽകണമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അത് ഞാൻ പറയുന്നത് നമുക്ക് പൊതുവായി ഇസ്ലാം സമത്വമാണ്, തുല്യത പറയുന്ന മതമാണ്, എല്ലാ മനുഷ്യന്റെയും അവകാശം പറയുന്ന മതമാണ് എന്ന സന്ദേശത്തെ നമ്മൾ ഒരു ജുമയുടെ സദസ്സിലിരുന്നിട്ട് നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടത് ഇതേ ആശയത്തെ നമ്മുടെ പെരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നതാണ്. നമ്മുടെ വീട്ടിനകത്ത് മക്കൾക്കിടയിൽ ഈ തുല്യത ഉണ്ടാകണം. നമ്മുടെ മക്കൾക്കിടയിൽ 4 മക്കളുണ്ടോ, 4 മക്കളോടും ഒരേ രീതിയിലുള്ള സമീപനം ഉണ്ടാകണം. നിങ്ങൾ ഒരു കുട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. ആൺകുട്ടിയും പെൺകുട്ടിയുള്ളിടത്ത്, ആൺകുട്ടിയും പെൺകുട്ടിയും ഉള്ളിടത്ത് പെൺകുട്ടി പരിഗണിക്കപ്പെടാതെ പോവുകയും ആൺകുട്ടി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് രോഗമാണ്, മാരകമായ രോഗമാണ്. എന്റെ കുട്ടിയെ, എന്റെ മകളെ ഞാനെടുത്ത് താലോലിക്കുമ്പോ അയൽപക്കത്തെ വല്യമ്മ പറയാണ്. ആളുകളുടെ മനോഭാവങ്ങൾ മനസ്സിലാക്കണം. എന്റെ പെൺകുട്ടിയെ ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് ഞാനെടുത്ത് താലോലിക്കുമ്പോ അയൽപക്കത്തെ വല്യമ്മ പറയാണ്, 10-18 വയസ്സായ ആരാന്റെ പെരയിലേക്ക് പോകാനുള്ള കുട്ടിയെയാണോ ഇങ്ങനെ താലോലിക്കുന്നത്, സ്നേഹം പ്രകടിപ്പിക്കുന്നത്? 10-18 വയസ്സായാല് ഇവൾ ആരാന്റെതാ? ആൺകുട്ടി നമ്മുടേതും പെൺകുട്ടി ആരാന്റേതുമാണ് എന്നൊരു മനോഭാവം നമ്മുടെ ആളുകളുടെ മനസ്സിനകത്തുണ്ട്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ അനീതി കാണിക്കപ്പെട്ട 2 മക്കൾക്കിടയിൽ, നമ്മുടെ സ്വന്തം മക്കൾക്കിടയിൽ അനീതി ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അതിന് മറുപടി പറയണം. എന്ത് കൊടുക്കുമ്പോഴും, എന്ത് വിഭവം കൊടുക്കുമ്പോഴും ഒരേപോലെ പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ മരണപ്പെട്ടപ്പോ റസൂലിനെ സംരക്ഷണം ഏറ്റെടുത്ത വല്യപ്പയാണ് അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ റസൂലിനെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് ഇസ്ലാമിക ആദർശപ്രകാരം ജീവിച്ച ഒരാളല്ല. പക്ഷെ എന്നിട്ടും അബൂ ത്വാലിബ് അദ്ദേഹത്തിന്റെ വറുതികൾക്കിടയിൽ, അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്കിടയിൽ ഏറ്റവും പ്രയാസവും ദാരിദ്ര്യവും കഷ്ടപ്പാടുണ്ടായിരുന്നത് അബൂ ത്വാലിബിനാണ്. അതുകൊണ്ടാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലുതായപ്പോ അബൂ ത്വാലിബിന്റെ മകൻ അലി ഇബ്നു അബീ ത്വാലിബിനെ
റസൂല് വളർത്തുപുത്രനാക്കുന്നത് അബൂ ത്വാലിബിന്റെ കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ആ ഒരു സാഹചര്യം ഉണ്ട് ആ വീട്ടിലെന്ന് അറിഞ്ഞിട്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റസൂലിന്റെ വളർത്തുപുത്രനാകുന്നത്. അബൂ ത്വാലിബ് റസൂലിനെ വളർത്തുന്ന കാലത്ത് വലിയ കഷ്ടപ്പാടും വറുതിയൊക്കെ ഉണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൂടുതലുള്ളത് അബൂ ത്വാലിബിനായിരുന്നു. എന്നിട്ടും റസൂലിനെ വളർത്താൻ അബ്ദുൽ മുത്തലിബ് മറ്റു മക്കളെ ഏൽപ്പിക്കാതെ അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുന്നത് അബൂ ത്വാലിബും അബ്ദുള്ളയും, റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ളയും അബൂ ത്വാലിബും ഒരേ ഉമ്മമാരിലുള്ള മക്കളാണ്. അതുകൊണ്ടാണ് അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുന്നത്. ആ അബൂ ത്വാലിബ് വീട്ടിൽ എന്തെങ്കിലും വിഭവങ്ങൾ കൊണ്ടുവന്നാല് അതിന് മുഹമ്മദ് എന്ന് ആദ്യം ചോദിക്കാം. വീട്ടിലെന്തെങ്കിലും വിഭവം കൊണ്ടുവരുമ്പോ ബാക്കിയൊക്കെ സ്വന്തം മക്കളാണ്, ഇത് മരിച്ചുപോയ സഹോദരന്റെ മകനാണ്. അപ്പൊ എന്തെങ്കിലും വിഭവം കൊണ്ടുവന്നാൽ അത് വിതരണം ചെയ്യുന്നതിന് മുമ്പ് അബൂ ത്വാലിബ് ചോദിക്കുക അതിന് മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ കുട്ടിയാണ്. റസൂല് കൂടെ എത്തിയിട്ട് അബൂ ത്വാലിബ് ആ സമ്മാനം അല്ലെങ്കിൽ ആ ഭക്ഷണം, ആ മധുരം അതെടുത്ത് കുട്ടികൾക്കിടയിൽ റസൂല് വിതരണം ചെയ്യുള്ളൂ. സഹോദരപുത്രനാണ്, അവഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്തു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ ത്വാലിബ് നൽകിയ പരിഗണനയാണ് വിശ്വാസിയല്ലാതെ മരിച്ചിട്ടും പരലോകത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന പരിഗണന. പരലോകത്ത് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളുടെ പേര്, നരകത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന ആളുടെ പേര് അബൂ ത്വാലിബ് എന്നാണ്. ആ പരിഗണനയ്ക്ക് കാരണം അള്ളാന്റെ റസൂലിന് അബൂ ത്വാലിബ് നൽകിയ പരിഗണനയാണ്. അബൂ ത്വാലിബ് അള്ളാന്റെ റസൂലിനെ മബ്റൂക്ക് എന്നാണ് വിളിച്ചിരുന്നത്. അതിന്റെ കാരണം ബർക്കത്തുള്ളവൻ. അബൂ ത്വാലിബിന്റെ ഒരു ധാരണ, മക്കൾക്കിടയിൽ പലപ്പോഴും ഇങ്ങനെ വീതം വെച്ച തികയൂല ഭക്ഷണങ്ങൾ. പക്ഷേ മുഹമ്മദ് കൂടി ഉള്ളപ്പോ വീതം വെക്കുന്നത് എല്ലാവർക്കും എത്തുന്നു, തികയുന്നു, ഉള്ളതിൽ ബർക്കത്തുണ്ടാകുന്നു. എന്താണോ കിട്ടുന്നത് അത് നബിക്ക് കൂടി കൊടുക്കുമ്പോ, മുഹമ്മദിന് കൂടി കൊടുക്കുമ്പോ കിട്ടുന്നതിൽ ബർക്കത്തുണ്ടാകുന്നു എന്നൊരു വിശ്വാസം അബൂ ത്വാലിബിനുണ്ടായിരുന്നു. അതുകൊണ്ട് അബൂ ത്വാലിബ് റസൂലിനെ മബ്റൂക്ക്, ബർക്കത്താക്കപ്പെട്ടവൻ എന്ന് അന്ന് തന്നെ അബൂ ത്വാലിബ് റസൂലിനെ വിളിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇവിടെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ പരിഗണനയാണ് പരലോകത്ത് ശിക്ഷിക്കപ്പെടുമ്പോഴും നരകത്തിലാണ്. എന്നാലും അവിടെ അബൂ ത്വാലിബിന് ഒരു പരിഗണന ഉണ്ട്. കാലിലിട്ടാൽ തലച്ചോറ് തിളക്കുന്ന പാദരക്ഷകൾ. ഇതാണ് അബൂ ത്വാലിബിന്റെ ശിക്ഷ. അത് നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ. അതാണ്, അത് കിട്ടുന്നത് അബൂ ത്വാലിബിനാണ്. ഞാൻ അവിടെ പറയും, മരുമക്കളോട്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കത്ത് എല്ലായിടത്തും നടപ്പിലാക്കേണ്ടുന്ന സന്ദേശമാണ്, ഇസ്ലാമിന്റെ നിയമമാണ് സമത്വവും നീതിയും. അത് അങ്ങാടിയിൽ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിലും കറുത്തവനും വെളുത്തവനും തമ്മിലും സമ്പന്നനും ദരിദ്രനും തമ്മിലും എന്നൊക്കെ പറഞ്ഞ് വലിയ ആശയം നമുക്ക് ഇങ്ങനെ അങ്ങാടിയിൽ അവതരിപ്പിക്കാം. അതിന്റെ തന്നെ പ്രായോഗിക രൂപമാണ് വീട്ടിനകത്ത് മക്കളോട്, വീട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന മരുമക്കളോട്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട്, നമ്മുടെ അയൽവാസികളോട്, കുടുംബത്തോട് ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന സമത്വവും നീതിയും. അള്ളാഹു അവനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കാനും ഭയപ്പെടാനും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും പാലിച്ചും ജീവിക്കാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളെയും ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെയും പണ്ഡിതന്മാർ താരതമ്യം ചെയ്യുന്നുണ്ട്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകളാണ്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകളാണ് റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസത്തെ പകലുകളേക്കാൾ ശ്രേഷ്ഠമെന്നും റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളിലെ രാത്രികളാണ്
ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ രാത്രികളെക്കാൾ ശ്രേഷ്ഠമെന്നും രണ്ടിന്റെയും മഹത്വത്തെ വീതം വെച്ച് വിഭജിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്യുന്നത് അൽ മുറാദു ബിഹാ, ഈ 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ർ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനവും വിശദീകരണവും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിൽ 28-ാമത്തെ ആയത്തിൽ കാണാം അയ്യാമും മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നഹാ അശ്റു ദുൽഹിജ്ജ, അത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. ദുനിയാവിലെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസം എന്ന് പറഞ്ഞാൽ അത് ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളലു മിനൽ അമലി ഫീ ഹാദിഹി ഖാലു വലൽ ജിഹാദ് ഖാല വലൽ ജിഹാദ്, ജിഹാദ് അടക്കമുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം ഉൾപ്പെടെ ഏത് നന്മയും ഈ 10 ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത വേറൊരു ദിവസങ്ങളിലില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ്, അമലു സ്വാലിഹുകളുടെ കൂട്ടത്തിൽ സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏത് സൽക്കർമ്മവും അള്ളാഹു നമ്മളിൽ നിന്ന് ഏറ്റവും ഇഷ്ടത്തോടുകൂടെ സ്വീകരിക്കുക മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമിൽ അശ്ർ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്കാണ് ഏറ്റവും അധികം ശ്രേഷ്ഠതയും മേന്മയും ഉണ്ടാവുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അമലു സ്വാലിഹാത്തുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം പണ്ഡിതന്മാര് ഈ 10 ദിവസവും നോമ്പെടുക്കുകയാണെങ്കിലും 9 ദിവസവും നോമ്പെടുക്കുകയാണെങ്കിലും സക്കാത്ത് കൊടുക്കുകയാണെങ്കിലും സ്വതക്ക ചെയ്യുകയാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിലും സുന്നത്താണെങ്കിലും രാത്രി നമസ്കാരമാണെങ്കിലും നമ്മൾ കുടുംബ സന്ദർശനാണെങ്കിലും രോഗിയെ സന്ദർശിക്കലാണെങ്കിലും എന്തൊക്കെ നന്മകളും പുണ്യങ്ങളും ബോധപൂർവം ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നതായിട്ടാണ് ഈ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ മാസം 9 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ തന്നെയാണ് അത് പറയുന്നത്. ദുൽഹിജ്ജ 9 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ ഈ ദുൽഹിജ്ജ മാസം വരുമ്പോ അറഫ നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ അനാവശ്യമായ ഒരു ആശയക്കുഴപ്പം നമുക്കിടയിൽ ഉണ്ടാവാറുണ്ട്. വെറുതെ ആളുകൾക്കിടയിൽ ഒരു അനാവശ്യമായ ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. മക്കയും മദീനയും പോലും, മക്കത്തെ ആൾക്കാര് മക്കയിൽ ഹജ്ജിന്റെ ദിവസം നോക്കിയിട്ടല്ല മദീനയിൽ നോമ്പെടുത്തത്. മദീനയിൽ അന്നത്തെ കാലത്ത് ഇന്ന് ഇവിടെ മാസം കണ്ട് അവിടെ വിവരം അറിയിച്ചു അങ്ങനെയൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ടും നാടിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അതാത് നാട്ടിൽ എന്നാണോ മാസം കാണുന്നത് അതിനനുസരിച്ചാണ് ആ മാസം കണക്കാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആഗോള കലണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടിട്ട് മക്കത്തെന്നാണോ ഹജ്ജ് അന്ന് നമ്മക്ക് പെരുന്നാള്, മക്കത്തെന്നാണോ നോമ്പ് അന്ന് നമ്മക്ക് നോമ്പ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതാത് നാട്ടിലെ ഒരാശയക്കുഴപ്പം അതിൽ ഉണ്ടാകേണ്ടയില്ല, വസ്വാസ് അതിൽ ഉണ്ടാകേണ്ടയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ, അതാണ് റസൂലിന്റെ ഭാര്യമാര് പറയാൻ. ദുൽഹിജ്ജ 9 റസൂൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അറഫ നോമ്പാണ്. ദുൽഹിജ്ജ 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ആളുകൾ വസ്വാസ് ഉണ്ടാക്കുന്ന എന്താ, സൗദിയില് ദുൽഹിജ്ജ 9 എന്നാണ്, നമ്മളുടെ 8-നായിരിക്കും ഒരുപക്ഷെ അവിടെ 9 ഉണ്ടാകുക. അതുകൊണ്ട് ദുൽഹിജ്ജ 9 അറഫാ ദിനം, അറഫാ നോമ്പല്ലേ, അതുകൊണ്ട് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമല്ലേ, ഇതൊന്നും റസൂൽ പറഞ്ഞിട്ടില്ല. ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോമ്പെടുക്കേണ്ടത്, ഇതൊന്നും റസൂൽ പറഞ്ഞിട്ടില്ല. ആളുകൾ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കാൻ, അറഫ നോമ്പല്ലേ,
അപ്പൊ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അറഫയിൽ നിൽക്കുന്ന അന്നല്ലേ നോമ്പെടുക്കേണ്ടത്? ഹാജിമാർ അറഫയിൽ നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ദുൽഹിജ്ജ് 8-നാണെങ്കിൽ നമ്മൾ അന്നല്ലേ നോമ്പെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വസ്വാസം ഉണ്ടാക്കാണ്. നമ്മുടെ നാട്ടിൽ, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ദുൽഹിജ്ജ 9 മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ എന്നാണോ കണക്കാക്കപ്പെടുന്നത് അന്നത്തെ ദിവസമാണ് അറഫ നോമ്പെടുക്കേണ്ടത്. അതിലൊരു വസ്വാസും ഒരാശയക്കുഴപ്പവും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ടതില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നോമ്പാണ് അറഫ നോമ്പ്. അത് വിസ്മരിക്കാതിരിക്കുക, നിർബന്ധമായി അതിലൊരു ജാഗ്രത കാണിക്കുക. സുന്നത്ത് നോമ്പാണ്, നമുക്കതിനെ നോമ്പിനെ നിർബന്ധമാക്കാൻ കഴിയില്ല, പക്ഷെ നമ്മൾ അതിലൊരു ജാഗ്രത കാണിക്കുക. വളരെ ശ്രേഷ്ഠമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നോമ്പാണ് അറഫ നോമ്പ്. പെരുന്നാളിന്റെ തലേ ദിവസം നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ് 9 നമ്മുടെയൊക്കെ വീട്ടിൽ, അത് നമ്മുടെ കുട്ടികളോടും ഭാര്യയോടും വീട്ടുകാരോടും നമുക്ക് ബന്ധമുള്ള ആൾക്കാരോടും ഒക്കെ പറഞ്ഞ് ആ നോമ്പ് നമ്മൾ എടുക്കുകയും മറ്റുള്ളവരെ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം. എല്ലാം കൂടെ ഒത്തുവരുന്ന 10 ദിവസങ്ങളാണ് അശ്റ ദുൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസം എന്ന് പറഞ്ഞാൽ അതിൽ ഹജ്ജുണ്ട്, ഉംറണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കുണ്ട്. എല്ലാ സൽക്കർമ്മങ്ങളും ഒത്തുവരുന്ന 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അതിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഭാഗവാക്കാവുക. സൽക്കർമ്മങ്ങളെ കൊണ്ട് ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ഭാഗവാക്കാവുക. മറ്റ് സമയങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും നിസ്കാരത്തിന്റെ കാര്യത്തിലും, ജമാഅത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിലും, സുബൈക്ക് പള്ളിയിൽ എത്തുന്ന കാര്യത്തിലും, തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യത്തിലും, സ്വതക്ക കൊടുക്കുന്ന കാര്യത്തിലും, എന്തൊക്കെ നന്മകളുടെ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം നിലയ്ക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാനില്ല. അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. തക്ബീറും തഹ്ലീലും തസ്ബീഹും തഹ്മീദും അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്തൊക്കെ ദിക്റുകൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ ആ ദിക്റുകൾ നമ്മൾ ധാരാളമായി ചൊല്ലണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് ഹാജിമാർ വിളിച്ചു പറയുന്ന സന്ദർഭങ്ങളാണ്. നമ്മുടെ നാവിൽ നിരന്തരം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഇത് നമ്മൾ ധാരാളമായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത്. എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഏറ്റവും അധികം പുണ്യം ലഭിക്കുന്ന 10 ദിവസങ്ങളാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് ദുൽഹിജ്ജ 9 അറഫ നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പ് നമുക്ക് ഓർമ്മ ഉണ്ടാകണം, അത് വിട്ടുപോകരുത്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. മക്കളോട് വിളിച്ചു പറയാ, കുടുംബത്തോട് വിളിച്ചു പറയാ, ഭാര്യയോട് വിളിച്ചു പറയാ, പേരക്കുട്ടികളോട് വിളിച്ചു പറയാ അറഫ നോമ്പ് എടുക്കണമെന്ന് പറയാ. കാരണം ഇതല്ലാത്ത സുന്നത്തില്ലാത്ത പല നോമ്പിനും സമൂഹത്തിൽ അനാവശ്യമായ പ്രചാരം ഉണ്ടാവും. ശഅബാൻ 15 നോമ്പ് ദീനിലില്ല, പക്ഷെ ആൾക്കാർക്കിടയിൽ അതിന് വലിയ പ്രചാരം ഉണ്ടാവും, അതിന് വലിയ സ്വാധീനം ഉണ്ടാവും. ആൾക്കാർക്കൊക്കെ ശഅബാൻ 15 നോമ്പ്, ബറാത്ത്, അതെല്ലാവർക്കും അതിന്റെ ഒരു ധാരണ ഉണ്ടാവും. മുഹറം നോമ്പ്, അറഫ നോമ്പ്, ഇതൊക്കെ വളരെ കൃത്യമായി ഒരു സംഘടനയിലും ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം വളരെ വ്യക്തമായി പഠിപ്പിച്ച പ്രബലമായ സുന്നത്തുകളിൽപ്പെട്ടതാണ് അറഫ നോമ്പൊക്കെ. അപ്പൊ ആ കാര്യത്തില് നമ്മൾ ഒരു വലിയ സൂക്ഷ്മതയും ശ്രദ്ധയും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ സഹോദരീ സഹോദരന്മാർ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിലെ ലഭ്യമാകുന്ന എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ ഇണകൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥമായി ഈമാനോടെ തഖ്വയോടെ അള്ളാഹുവിനെ സൂക്ഷിച്ചും
അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും നമ്മുടെയൊക്കെ സ്വകാര്യ ജീവിതങ്ങളിലും രഹസ്യ ജീവിതങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചും ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ മക്കൾക്കും, നമ്മുടെ ഇണകൾക്കും, നമ്മുടെ കുടുംബത്തിനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവർക്ക് വിശാലതയും സൗകര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ നമ്മുടെ കൂട്ടത്തിലെ സഹോദരന്മാർക്കും സഹോദരികൾക്കും അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.